തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാൽ, റാന്നി കോടതിയിൽ നിന്ന് എ വി ജയശങ്കർ എന്നിവരാണ് ഇന്ന് ഇതിന്റെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകി. നമുക്കിനി പോകാനുള്ളത് എ വി ജയശങ്കറിലേക്കാണ്. ജയശങ്കർ, എപ്പോഴാണ് ഈ കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക? എന്തെല്ലാം വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകാൻ കഴിയുക ജയശങ്കർ? GK 6 മണിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് ഈ SIT സംഘം റാന്നിയിൽ എത്തുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. കിളിമാനൂരും വെഞ്ഞാറമൂട് ഉൾപ്പെടെ വലിയ ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകളൊക്കെ കടന്നുകൊണ്ട് 6 മണിയോടുകൂടി SIT സംഘം മുരാരി ബാബുവുമായി റാന്നിയിലെത്തും. ഈ കോടതി സമയം ഉൾപ്പെടെ കഴിയുന്നതിനാൽ SIT സംഘത്തിന് മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ മജിസ്ട്രേറ്റ് കാത്തു നിൽക്കുകയാണെങ്കിൽ കോടതി മുറിയിൽ തന്നെ അടച്ചിട്ട കോടതി മുറിയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കും. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ മുരാരി ബാബുവിനെ ഹാജരാക്കുക. ഇങ്ങനെ 2 ഓപ്ഷനുകളാണ് പോലീസിന് മുമ്പിൽ നിലവിലുള്ളത്. എന്തായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങൾ കോടതി ജീവനക്കാരുമായി നിലവിൽ നടത്തി വരികയാണ്. കാരണം ഈ മജിസ്ട്രേറ്റ് ഇന്ന് വൈകുന്നേരം 6 മണി വരെ അവധിയാണ്. അദ്ദേഹം ജുഡീഷ്യൽ എക്സാമുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചുമതലകൾ നിർവഹിക്കാൻ പോയി എന്നാണ് ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പത്തനംതിട്ട മജിസ്ട്രേറ്റിനാണ് നിലവിൽ റാന്നി കോടതിയുടെ ചുമതല. പക്ഷേ 6 മണി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് തിരികെ എത്തുമെന്നൊരു അറിയിപ്പ് SIT സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഈ SIT സംഘം മുരാരി ബാബുവുമായി തിരുവനന്തപുരത്ത് തന്നെ തുടർന്നുവെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും 6 മണിയോടുകൂടി തന്നെ ഈ SIT സംഘം റാന്നി കോടതിയിലേക്കോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കോ എത്തും. ഈ കോടതിയിൽ നിന്ന് 2 കിലോമീറ്റർ റേഡിയസിൽ തന്നെയാണ് ഈ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക അദ്ദേഹം താമസിക്കുന്ന വസതി ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ദൂര വ്യത്യാസമില്ല. എന്തായാലും ഇന്ന് തന്നെ മുരാരി ബാബുവിനെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക എന്ന് തന്നെയാണ് SIT സംഘത്തിന്റെ ദൗത്യം. നിലവിൽ കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ മുരാരി ബാബുവിനെ റിമാൻഡിലേക്ക് വിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട് പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകാമെന്നൊരു ആലോചന SITക്ക് മുമ്പിലുണ്ട്. എന്തായാലും 6 മണിയോടുകൂടി മുരാരി ബാബുവുമായി SIT സംഘം റാന്നിയിലെത്തും. GK ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. 6 മണിയോടുകൂടിയാണ് മുരാരി ബാബുവിനെയും കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് എ വി ജയശങ്കർ നൽകിയത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളും അന്വേഷണവും തുടർ നീക്കങ്ങളും ഒക്കെ ഇനി സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും അതിലെ ഉന്നതരെയും കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന നടപടികളൊക്കെ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.